മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 26-ാമത്തെ വാക്യം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 verse 26. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, കൊക്കിനെ പറ്റി നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഞാൻ കരുതുകയാണ്. തന്തക്കൊക്ക് തള്ളക്കൊക്കിന് കുഞ്ഞുങ്ങളുണ്ടാവാൻ സമയമാകുമ്പോൾ മരത്തിൽ ചെറിയ ദ്വാരങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് ഈ തള്ളയെ സൂക്ഷിക്കും. അതിനുശേഷം ഒരു ചെറിയ തടസ്സം സൃഷ്ടിച്ച് ആ പൊത്തിലേക്ക് ആരും കയറാതിരിക്കാൻ ശ്രദ്ധിക്കും. ഇതിനോടകം ഈ തന്തക്കൊക്ക് ഭക്ഷണം ശേഖരിച്ചുകൊണ്ട് വന്ന് തള്ളക്കൊക്കിന് കൊടുക്കും. തള്ളയും കുഞ്ഞിനെയും ഈ കൊച്ചിങ്ങനെ പരിപാലിച്ചു പോരും. പിന്നെ അവ പറക്കമുറ്റി പോകാറാകുമ്പോൾ ആ പൊത്ത് വലുതാക്കി അവരെ സ്വതന്ത്രരാക്കുകയാണ് പതിവ്. പക്ഷികളെ നോക്കുവാൻ ഈശോ തന്നെ പറയുകയുണ്ടായി, അവയെ ദൈവം പരിപാലിക്കുന്നു എന്നാണ് നമ്മൾ ഇപ്പോൾ വചനത്തിൽ കേട്ടത്. ഇതുപോലെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെ ഓരോരുത്തരെയും ദൈവം അങ്ങേയറ്റം പരിപാലിക്കുന്നുണ്ട്. നമ്മൾ ജോലിയൊന്നും ചെയ്യണ്ട എന്നുള്ള അർത്ഥത്തിലല്ല അച്ഛൻ പറഞ്ഞത്. നമ്മൾ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ നിറവേറ്റണം. എന്നാൽ അതോടൊപ്പം എന്റെ തമ്പുരാൻ എന്നെ പരിപാലിക്കും, എന്നെ നയിക്കും, എന്നെ വഴി നടത്തുമെന്നുള്ളൊരു ബോധ്യം ഹൃദയത്തിൽ ഉൾക്കൊള്ളണം. ആ പരിപാലനം വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കണം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.